ഗൈസ് നമ്മൾ ഇന്ന് ഒരു എക്സ്പെരിമെൻറ്റിന് നമ്മൾ ഒരു മുട്ട ബജി സിമ്പിളായിട്ടുള്ള ഒരു മുട്ട ബജി ഉണ്ടാക്കാൻ പോകും. അത് ഞാൻ യൂട്യൂബിൽ നിന്ന് വീനാസ് കിച്ചൺ വേൾഡിൽ നിന്ന് അതൊരു ഒരു ചാനലാണ് വീനാസ് കറി വേൾഡ് കറി. അപ്പോൾ വീനാസ് കറി വേൾഡിൽ നിന്ന് കണ്ടുപിടിച്ചൊരു മുട്ട ബജി റെസിപ്പിയാണ് ഗൈസ്. അത് നല്ല എരിവുമായിരിക്കും, പിന്നെ സോർനെസ്സും ഉണ്ടാവും, എല്ലാം ഒരു ബാലൻസ് ടൈപ്പ് ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നമ്മൾ അത് ഇന്ന് നമ്മുടെ ഏച്ചിനോട് എക്സ്പെരിമെൻറ്റ് ചെയ്ത് പോവാം. അപ്പം ഗൈസ് കമ്മോ നമ്മളിപ്പോൾ തയ്യാറാക്കാൻ പോവാണ് ബാറ്റർ. അതിന് വേണ്ടി നമ്മൾ എടുക്കാൻ പോകുന്നതാണ് മൈദ, ബേസൻ, ഉപ്പ് ആൻഡ് കാശ്മീരി റെഡ് ചില്ലി. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി ഉപ്പിടാം. ഇനി നമുക്ക് കാശ്മീരി ചില്ലി ഇടാം. അപ്പോൾ ഗൈസ് നമ്മൾ എന്തിനാ കാശ്മീരി ചില്ലി ഇടണമെന്ന് വെച്ചാൽ അതിന് കുറച്ച് എരിവേ ഉണ്ടാവുള്ളൂ. നമ്മൾ സാധാ ചില്ലിനെ മാതിരിയല്ല, പക്ഷേ അതിന് ഭയങ്കര കളറും ഉണ്ടാവും. ദ കളർ മേക്സ് ഇറ്റ് അട്രാക്റ്റീവ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ പോവാണ്. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പാകത്തിനെ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ബിക്കോസ് ഇത് കുറച്ച് തിക്കാക്കണം, പക്ഷെ ഒരുപാട് വാട്ടർ ആവാൻ പാടില്ല. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാൻ തുടങ്ങാം. ഗൈസ് ഓർത്തോളം ലംസിലാവാൻ പാടില്ല കേട്ടോ. ഗൈസ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ് കുറച്ച് ഉപ്പ് ആവശ്യമുണ്ട്. വെള്ളം വേണോ? വെള്ളം വേണ്ട, ലുക്ക് കറക്റ്റായിട്ട്. അയ്യോ ഇത്ര മതി ഗൈസ്, കുറച്ചും കൂടി. ഓക്കെ, പെർഫെക്റ്റ്. ഇനി നമുക്ക് മിക്സ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് ഇനിയും കുറച്ച് ഉപ്പുണ്ടോ നോക്കാം. യെസ്, ഉണ്ട്. ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? ഇനി അടുത്ത സ്റ്റെപ്പാണ് നമുക്ക് മുട്ടേൻ്റെ തൊലി കൂട്ടിക്കാം. അല്ലെങ്കിൽ വേണ്ട, നമുക്കിനി ചമ്മന്തി ഉണ്ടാക്കാം. ചമ്മന്തി, ദ ഗ്രീൻ ചമ്മന്തി. അപ്പം ഗൈസ് ഇപ്പോൾ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാൻ പോകും. അതിന് വേണ്ടി നമ്മൾ കുറച്ച് കൊറിയാൻഡറും ആൻഡ് സം മിൻറ്റും പിന്നെ തേങ്ങയും ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. കൊറിയാൻഡർ, മിന്റ്, പിന്നെ ഗ്രീൻ ചില്ലീസ് പറഞ്ഞു ഇല്ല, എല്ലാം പറഞ്ഞിട്ടില്ല. എപ്പോഴും എല്ലാ ഇൻഗ്രീഡിയൻസും പറഞ്ഞിട്ടില്ല. പിന്നെ കുറച്ച് വിനീഗർ, സോൾട്ട്, പിന്നെ അത്രേ ഉള്ളൂ. തേങ്ങ. ഇത് ഭയങ്കര എരിവായിരിക്കും, ബിക്കോസ് എനിക്ക് എരിവ് ഇഷ്ടമാണ്. ഐ ലവ് സ്പൈസി. പിന്നെ നമുക്ക് കുറച്ച് വിനീഗർ ആഡ് ചെയ്യാം. ഇത് തീരെ വെള്ളമില്ലാത്ത ഒരു ചമ്മന്തി ഉണ്ടോ ഗൈസ്? വിനീഗർ അത്യാവശ്യം ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സോൾട്ട് നമുക്ക് ഒരു ഇച്ചിരി ഇടാം. ഇനി ഈ മിക്സിങ് പണിയൊക്കെ എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയിനോട്ട് പാസ് ചെയ്യുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ ചമ്മന്തി ഇവിടെ എത്തിക്കഴിഞ്ഞു, ലെജൻഡറി. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ കുറച്ച് ചമ്മന്തി എടുക്കുള്ളൂ, ബിക്കോസ് ചമ്മന്തി മുക്കി കഴിക്കാനും വേണം. അതുകൊണ്ട് നമ്മളൊരു ഇച്ചിരി എടുത്തിട്ട് ഇതിലിടുന്നു, ബിക്കോസ് എനിക്ക് കുറച്ച് കഴിക്കാനും വേണം. യെസ്. അപ്പോൾ
അപ്പോൾ നമ്മൾ ഈ ചമ്മന്തി ഇവിടെ വെച്ചിരിക്കണം, ഒരു ബൗളിലേക്ക് മാറ്റി നമുക്ക് ഇങ്ങനെ വയ്ക്കാം. ഇനി നമുക്ക് മുട്ടൻ്റെ ഷെൽ കളയാം. എന്താ വെച്ചാ ഇതവിടെ പൊട്ടിപ്പോയി ലേസായിട്ട്. ഇപ്പോൾ ഇത് മുഴുവൻ പൊട്ടി വന്നു. പക്ഷെ പൊടസല്ലേ, ഇനി നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊക്കെ ഹാഫായിട്ട് കട്ട് ചെയ്യാം. ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ എഗ് യോക്ക് ഇതങ്ങോട്ട് എടുക്കാം. എന്നിട്ട് മെല്ലെ പ്ലേസ് ചെയ്യാം. എന്നിട്ട് നമ്മളിതിനെ വാട്ടറായിട്ട് പീസാക്കാം, പീസ്. അതേമാതിരി തന്നെ ഈ എഗ് യോക്ക് ക്ലീൻ ചെയ്യുക, ഓൺലി പീസ്. അപ്പോൾ നമ്മളിതിനെ പൊട്ടുകൊണ്ടവിടെ മിക്സ് ചെയ്യുക. ചില പൊട്ടിനൊക്കെ വരും, പക്ഷെ നമ്മൾ ഹ്യൂമൻ ബീങ്സ് അല്ലേ, തെറ്റ് വിൽ ഓൾവേസ് ഹാപ്പൻ. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊക്കെ മിക്സ് ചെയ്യാം. സെയിം ആയിട്ട് തന്നെ ഫില്ല് ചെയ്യാം. അതിന് മറ്റേ യോക്കിൻ്റെ പീസൊന്നും പെട്ടില്ലേ? ഡെഡ്. ഇതിനെയും സെയിം ആയിട്ട് തന്നെ ഫീൽ ചെയ്യുക. ഇത് കുറച്ച് അധികമായി പോയി, ബട്ട് നോ പ്രോബ്ലം. നല്ലോണം പ്രസ് ചെയ്ത് വെച്ചു. ഇതിനെയും നമ്മളിങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഒരു വഴിയാക്കാം. അപ്പോൾ ഗൈസ് എന്താ വെച്ചാണല്ലോ, ഇത് ഭയങ്കര അധികമായിപ്പോയി. അപ്പോൾ ഞാനതിനെ ഇങ്ങനെ എടുക്കും, എന്നിട്ട് ഇത് വെറുതെ കഴിക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ മുട്ട എടുത്തിട്ട് ഈ ബാറ്ററിലിട്ടു. എന്നിട്ട് നമുക്ക് ബാറ്ററി കുറച്ച് ഇങ്ങനെ മുകളിൽ ഒഴിച്ചു വിടാം. എന്നിട്ട് നമുക്കത് എടുക്കാം. എല്ലാ സൈഡും അതിനെ നോക്കണം. ഈ സൈഡ് ആയിട്ടില്ല, കണ്ടോ, ഈ സൈഡ് ആയിട്ടേ ഇല്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം, ബാറ്ററി എല്ലാ സൈഡിലും ആവണം, എന്നാലേ അതിൻ്റെ ക്രഞ്ചിനെസ്സും ക്രിസ്പിനെസ്സും കിട്ടുള്ളൂ. എന്നിട്ട് നമ്മളുടെ അപ്പോൾ കൈസ് വെക്കും നമുക്ക് എക്സസ് ബാറ്ററി റിമൂവ് ചെയ്യാം. എക്സസ് ബാറ്ററി റിമൂവ് ചെയ്തിട്ട് ഇതാണ് എടുത്തിട്ട് ഇല്ലാണ്ടാവും. പൊട്ടി ഗൈസ്, പൊട്ടി. പൊട്ടി. ഇനി അടുത്തത് ഇട്ട് നോക്ക്. അടുത്തത് ഇട്ട് നോക്ക്. അല്ല വരട്ടെ, ഇത് എടുത്തു കഴിഞ്ഞിട്ട് അടുത്തത് ഇട്ടോ. എപ്പിക് ഫെയിലിയർ എന്ന് പറഞ്ഞ് കൊടുക്കാം നമുക്ക്. അതാ ഗൈസ് തകർന്നു. ഗൈസ് മുട്ടയുടെ ജീവിതം തകർന്നു. ഐ എം വെരി സാഡ്. പക്ഷേ അവർക്ക് കൊടുക്കില്ല. അടുത്ത മുട്ട പൊരിക്കും. അപ്പോൾ ഗൈസ് നമുക്ക് എൻ്റെ 6 മുട്ട എടുക്കാം. അത് കുഴപ്പമില്ല, കാണാൻ ലുക്കൊക്കെ ഉണ്ട്. ഇതാണോ ലുക്ക്? സീനല്ലേ? ഹായ് സീനുണ്ട് ഗൈസ്. അപ്പോൾ കുറച്ചും കൂടെ ക്ലോസർ ആയിട്ട് ഒന്ന് നോക്കിയാൽ ഇത് കാണാൻ നല്ല ചിക്കൻ പീസ്, ലെഗ് പീസ് വരിയുണ്ട്. കുഴപ്പമില്ല, വേണ്ട, ചൂടുമില്ല, ഫണ്ടാസ്റ്റിക്. നല്ല ഷേപ്പുള്ളത് ഒരെണ്ണം എടുത്തിട്ട് ഇടും. ഇതാണ് ഷേപ്പുള്ളത്. ഷേപ്പ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇപ്പം എനിക്ക് മനസ്സിലായി ഗൈസ്, നമ്മൾ ഇതിങ്ങനെ ഇടണം, എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് കോഴിക്കണം.
അപ്പൊ എല്ലാവരും അതിനല്ലേ എന്നിട്ട് നമ്മളിത് എടുക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ട വെച്ചിട്ടുണ്ടല്ലോ, കൈകൊണ്ട് ഇടരുത്. കൈകൊണ്ട് ഇടാൻ പറ്റില്ലല്ലേ. അപ്പൊ ഗൈസ് നമ്മൾ അത് സാരില്ല മനസ്സിലല്ലേ. എന്നിട്ട് നമ്മള് അപ്പർ പാർട്ട് ഫേസിംഗ് വെക്കണം. മിഷൻ സക്സസ്ഫുൾ ബേബി. സൂയി സൂപ്പർ ഗൈസ്. മിസ്സിംഗ് മൂന്നെണ്ണടാ. ബാറ്ററിയിൽ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. അത് സൈഡിലായിട്ടില്ല. സ്ലോലി കുറേ തിരക്ക് കൂടി പോയി ഗൈസ്. പക്ഷെ നോ പ്രോബ്ലം. ഇനി അടുത്തത് ബാറ്റർ. കുറച്ച് നീക്കിയിട്ട് കുറച്ച് സൈഡിലേക്ക് ആക്കി. ഇട്ടോ ഗൈസ്. അപ്പൊ നമ്മുടെ 3 മിഷൻസും സക്സസ്ഫുൾ ആയിരുന്നു. ഇനി നമ്മളുടെ ഈ സാരി എങ്ങനെ സക്സസ്ഫുൾ ആവും നോക്കാം. കണ്ടോ ഗൈസ്, ഇത് പൊട്ടിക്കണത് എന്റെ കൂട്ടം തന്നെയാ. അതങ്ങനെ എടുത്ത് വയലിടുക നല്ലതെന്ന് തോന്നുന്നു. ഇടട്ടെ, അത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇടട്ടെ, ഇപ്പൊ ഇടണ്ട, അത് കുഴപ്പമില്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതേമാതിരി ചിലപ്പോൾ ആയാലും എങ്ങനെയാണ് രുചി? ഫണ്ടാസ്റ്റിക് ടേസ്റ്റ്. പൊട്ടിയാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റും ഉണ്ട്. ത്തേക്ക് മറിച്ചിടണു. ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ മെഷീൻ്റെ ലാസ്റ്റ് പാർട്ട്. മറിച്ചിടണം. ഫെയിലിയർ അല്ല, സക്സസ്ഫുൾ. ഇതും കൂടിയും ഇത് രണ്ടും ഒരുമിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഒരുമിച്ചിരിക്കാൻ നോക്കണ്ട. ഐ വിൽ കട്ട് യു ആൻഡ് ഐ വിൽ ഡു ലൈക്ക് ദിസ് ടു യു. അപ്പുറത്തോട്ട് മറിച്ചിട്ടാച്ച് ഇതും കൂടി അപ്പുറത്തോട്ട് മറിച്ചിടണം. എന്നാൽ പണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. എനിക്ക് കുറച്ച് ക്രിസ്പി ആകാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതായിപ്പോയി, കരിഞ്ഞു പോയി. പക്ഷെ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ബജ്ജി കഴിക്കാം. ബജ്ജി എന്നിട്ട് ചട്നി എടുക്കണില്ലേ? ചട്നി പോയി. ചട്നി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് സൂപ്പറായി എന്താ വെച്ചാൽ നമ്മുടെ ചട്നിയാണ്. അത് സൂപ്പറാണ്. പിന്നെ ബജ്ജിൻ്റെ ഔട്ടറൊക്കെ അവിടെ ഉണ്ട്. വാവ്. അപ്പോൾ അടുത്ത വീഡിയോ ബൈ.